ഹായ് എവരിവൺ. നമ്മളിന്ന് ബൈനറി സെർച്ച് ട്രീ എന്താണെന്നായിരിക്കും കാണുക. ബൈനറി സെർച്ച് ട്രീ ഈസ് എ ബൈനറി ട്രീ വിത്ത് ഫോളോവിങ് പ്രോപ്പർട്ടീസ്. ലെഫ്റ്റ് സബ് ട്രീ ഓഫ് എ നോഡ് കണ്ടെയ്ൻസ് only nodes with values less than nodes value. ഒരു നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലുള്ള നോഡ്സിൻ്റെ വാല്യൂസ് ആ നോഡിൻ്റെ വാല്യൂവിലും കുറവായിരിക്കും. റൈറ്റ് സബ് ട്രീ ഓഫ് എ നോഡ് കണ്ടെയ്ൻസ് only nodes with values greater than nodes value. ഒരു നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലുള്ള നോഡിൻ്റെ വാല്യൂസ് അല്ല ആ നോഡിൻ്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീസ് മസ്റ്റ് ഈച്ച് ഓൾസോ ബി ബൈനറി സെർച്ച് ട്രീസ്. ഒരു നോഡിൻ്റെ ലെഫ്റ്റും റൈറ്റ് സബ് ട്രീസും ബൈനറി സെർച്ച് ട്രീസ് ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മനസ്സിലാക്കാം. ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആണ്. എയ്റ്റ് എന്ന് പറഞ്ഞ ഈ നോഡ് എടുക്കാം. ഈ നോഡിൻ്റെ ലെഫ്റ്റിലുള്ള നോഡ്സ് എല്ലാം ലെസ് ദാൻ 8 ആയിരിക്കണം. 8ൻ്റെ ലെഫ്റ്റിലുള്ള നോഡ്സ് ഏതൊക്കെയാണ്? 1, 3, 6, 4 അതെല്ലാം ലെസ് ദാൻ 8 ആണ്. പിന്നെ ഈ 10ൻ്റെയും 14ൻ്റെയും കേസ് നോക്കാം. 8ൻ്റെ റൈറ്റിലുള്ള നോഡ്സ് എല്ലാം 8നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. 8ൻ്റെ റൈറ്റിൽ 10ഉം 14ഉം ഉള്ളത് അത് ഗ്രേറ്റർ ആണ് 8നേക്കാളും. അങ്ങനെ 8ന് ഈ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ്. 8ൻ്റെ ലെഫ്റ്റിലുള്ള നോഡ്സിൻ്റെ വാല്യൂസ് എല്ലാം ലെസ് ദാൻ 8 ആണ്. 8ൻ്റെ റൈറ്റിലുള്ള നോഡ്സിൻ്റെ വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ 8 ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള സബ് ട്രീസ്. ലെഫ്റ്റ് സബ് ട്രീ ഏതാ? ഇതും ഇത് റൈറ്റ് സബ് ട്രീ. 10ഉം 14ഉം റൈറ്റ് സബ് ട്രീ. ഈ രണ്ട് സബ് ട്രീസും ബൈനറി സെർച്ച് ട്രീസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ സബ് ട്രീ ആദ്യം നോക്കാം. ഈ സബ് ട്രീ ബൈനറി സെർച്ച് ട്രീ ആവണോ? അതിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? 3യുടെ ലെഫ്റ്റിലോട്ടുള്ള നോഡ്സ് എല്ലാം ലെസ് ദാൻ 3 ആയിരിക്കണം. ഇവിടെ 1 ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സിമിലർലി 3യുടെ റൈറ്റിലോട്ടുള്ള നോഡ്സ് എല്ലാം ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം. ഇവിടെ 6ഉം 4ഉം ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും വീണ്ടും വാലിഡ് ബൈനറി സെർച്ച് ട്രീസ് ആയിരിക്കണം. അതും വാലിഡ് ബൈനറി സെർച്ച് ട്രീസ് ആണ്. ഈ മൂന്ന് പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഈ കേസ് നോക്കിയാലും ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ട്രീ ഒരു ബൈനറി സെർച്ച് ട്രീ ആണെന്ന് നമുക്ക് പറയാം. ഒരു ട്രീ ബൈനറി സെർച്ച് ട്രീ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോഡ് എടുക്കുക. ആ നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള നോഡ്സ് എല്ലാം ലെസ് ദാൻ ആ നോഡാണെന്ന് നോക്കുക. ആ നോഡിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള നോഡ്സ് എല്ലാം ഗ്രേറ്റർ ദാൻ ആ നോഡാണെന്ന് നോക്കുക. ഇവിടെ ഏതൊരു നോഡും നിങ്ങൾക്ക് എടുത്തു നോക്കാം. എന്നിട്ട് ഈ രണ്ട് പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്ത് നോക്കാം. അത് ട്രൂ ആയിരിക്കും. ഈ 3യുടെ എക്സാമ്പിൾ എടുക്കാം. 3യുടെ ലെഫ്റ്റിലോട്ടുള്ള നോഡ് അത് 1 ആണ്. 1 ലെസ് ദാൻ 3 ആണ്. അതുപോലെ 3യുടെ റൈറ്റിലോട്ടുള്ള നോഡ്സ് 4ഉം 6ഉം ആണ്. അത് ഗ്രേറ്റർ ദാൻ 3 ആണ്. ഈ പ്രോപ്പർട്ടി എല്ലാ നോഡ്സിനും ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ഹോൾഡ് ചെയ്യും. പിന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബൈനറി സെർച്ച് ട്രീയുടെ ഇന്നോർഡർ ട്രാവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഈ ട്രീയിലെ നോഡ്സ് എല്ലാം അസെൻഡിങ് ഓർഡറിലായിരിക്കും കിട്ടുക. നമുക്ക് ഈ ട്രീയുടെ ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യാം. ആദ്യം 8, 3, 1. ഈ 1നെ നമ്മൾ രണ്ടാമത് വിസിറ്റ് ചെയ്യാണ്. അന്നേരം ഇൻഓർഡർ ട്രാവേഴ്സലിൽ പ്രിൻ്റ് ചെയ്യും. 3, 6, 4, 4. 6, 8, 10, 14. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈനറി സെർച്ച് ട്രീയുടെ ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്തപ്പോൾ നമുക്ക് എല്ലാ നോഡ്സിനെയും അസെൻഡിങ് ഓർഡറിൽ കിട്ടി. ഈ പ്രോപ്പർട്ടി നമ്മൾ ഓർത്തിരിക്കണം. ഒരു ബൈനറി സെർച്ച് ട്രീയുടെ ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോഡ്സിനെ അല്ല അസെൻഡിങ് ഓർഡറിലായിരിക്കും കിട്ടുക.